വാടക പോലും കൊടുക്കാൻ കിട്ടുന്നില്ല, സ്റ്റാഫുകൾ ശമ്പളം കിട്ടുന്നില്ല, പിന്നെ കസ്റ്റമേഴ്സിനാണെങ്കിലും വരാൻ സൗകര്യമില്ല. കസ്റ്റമേഴ്സ് അവിടെ ഇവിടെ എല്ലാം പോയി മറ്റു ഭാഗങ്ങളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് അവരവരുടെ കാര്യങ്ങൾ നിറവേറ്റുന്നു. നമ്മളെ കാര്യം വളരെ ദയനീയമാണ്. മരിച്ച ആളെ അറിയുന്ന ആളാണ്, അത്രയും വേദന ഉണ്ടായിരുന്നു. ഇത് നന്നാവട്ടെ, ഇങ്ങനെ അടുത്ത പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. പിന്നെ അതിൽ ചുറ്റി പോകണമെന്നുണ്ടെങ്കിൽ 5-8 കിലോമീറ്റർ പോകണം. അപ്പോൾ അവിടെ പാസിംഗ് ആണ്, അവിടെ പാസിങ്ങിൽ നമുക്ക് എത്താൻ കഴിയില്ല. നിലമ്പൂർ പോകേണ്ട ബസ്സാണത്. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്, കലശം കമ്മിയാണ് നമുക്ക്. ഞാനിപ്പോൾ നിൽക്കുന്നത് മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പുലാമന്തോൾ പാലത്തിലാണ്. പാലം ഇപ്പോൾ 1 മാസത്തേക്ക് അടച്ചിട്ടിരിക്കുകയാണ്. പാലത്തിലെ എക്സ്പാൻഷൻ ജോയിൻറ്റുകൾ 9 സ്ഥലങ്ങളിലും പുതിയത് സജ്ജീകരിക്കാൻ വേണ്ടിയാണ്. കാലങ്ങളായി ഈ പാലം തകർന്ന് തരിപ്പണമായി യാത്ര ചെയ്യാൻ പറ്റാത്ത അവസ്ഥയിലാണ്. ഒരു ഓട്ടോ ഡ്രൈവർ ഇവിടെ അപകടത്തിൽപ്പെട്ട് മരിച്ചു. ആ ഓട്ടോ ഡ്രൈവറുടെ ജീവൻ എടുക്കേണ്ടി വന്നു, ജീവൻ ബലി കൊടുക്കേണ്ടി വന്നു. പാലത്തിൻ്റെ നവീകരണം എത്രയും പെട്ടെന്ന് തുടങ്ങാൻ അധികൃതരെ ഉണർത്താൻ. എന്തായാലും പാലത്തിൻ്റെ പണി നവീകരണം തുടങ്ങിയിട്ടുണ്ട്. മലപ്പുറം പാലക്കാട് ജില്ലകളെ ബന്ധിപ്പിക്കുന്ന പ്രധാന പാലം നവീകരണ പ്രവൃത്തികൾക്കായി അടച്ചതോടെ നാട്ടുകാരും പുലാമന്തോളിലെ വ്യാപാരികളും ഒരുപോലെ ദുരിതത്തിലായിരിക്കുകയാണ്. മാസങ്ങൾക്ക് മുമ്പ് ഓട്ടോറിക്ഷ മറിഞ്ഞ് ഏലംകുളം സ്വദേശിയായ യുവാവ് മരണപ്പെട്ടതോടെയാണ് അധികൃതരുടെ കണ്ണു തുറന്നത്. കാലങ്ങളായി തകർന്ന് കുഴികൾ രൂപപ്പെട്ട നിലയിലായിരുന്നു പുലാമന്തോൾ പാലം. 2ാം ഘട്ട അറ്റകുറ്റപ്പണികൾക്കായാണ് പാലം 1 മാസത്തേക്ക് അടച്ചിട്ടിരിക്കുന്നത്. പാലം അടച്ചതോടെ ബസ്സുകൾ കൂടുതൽ പ്രതിസന്ധിയിലായിരിക്കുകയാണ്. ഒട്ടേറെ പ്രശ്നങ്ങൾ മൂലം പല ബസ്സുകളും നഷ്ടത്തിലാണ് സർവീസ് നടത്തുന്നതെന്ന് ഉടമകൾ തന്നെ പറയുന്നുണ്ട്. പെരിന്തൽമണ്ണ പട്ടാമ്പി റൂട്ടിൽ 3 മിനിറ്റ് ഇടവിട്ട് സർവീസ് നടത്തിയിരുന്ന സ്വകാര്യ ബസ്സുകൾ പാലം അടച്ചതോടെ വൻ നഷ്ടത്തിലാണ് സർവീസ് നടത്തുന്നതെന്ന് തൊഴിലാളികൾ പറയുന്നു. നമുക്ക് 2 ചാലാണ് കൊടുക്കില്ലത്. ഇപ്പോൾ നമുക്ക് പട്ടാമ്പിക്ക് പോകാൻ കഴിയണില്ല. പട്ടാമ്പിക്ക് പോകാന്ന് വെച്ചാൽ പുലാമന്തോൾ വന്നാൽ ഇവിടെ തിരിച്ചു പോവാണ്. ഇവിടെ തിരിച്ചു പോകുമ്പോഴൊക്കെ 100-150 റുപ്യൊക്കെ പോകണം. ഡീസൽ അത്ര അടിക്കേണ്ട ആവശ്യങ്ങൾ വരുന്നുണ്ട്. അപ്പോൾ എന്ന് വെച്ചാൽ നമുക്ക് നല്ല ബുദ്ധിമുട്ടാണ്. രാവിലെ ഒന്ന് വരണം, ഉച്ചയ്ക്ക് ശേഷം ഒന്ന് വരുന്നുണ്ട്. ഈ 2 ചാലും ഇവിടെ വന്നാണ്ട് കാലി പോവാണ്. നമ്മൾ ഇവിടുന്ന് ബസ് കാലി പോവാണ്. പിന്നെ അതിൽ ചുറ്റി പോകണമെന്നുണ്ടെങ്കിൽ 5-8 കിലോമീറ്റർ പോകണം. അപ്പോൾ അവിടെ പാസിംഗ് ആണ്, അവിടെ പാസിങ്ങിൽ നമുക്ക് എത്താൻ കഴിയില്ല. നിലമ്പൂർ പോകേണ്ട ബസ്സാണത്. അപ്പോൾ വളരെയധികം ബുദ്ധിമുട്ടാണ്, കലശം കമ്മിയാണ് നമുക്ക്. ഈ 2 ട്രിപ്പ് പറഞ്ഞാൽ നമുക്ക് മെയിൻ ചാലാണ് ഇവിടെ പട്ടാമ്പിക്കില്ല. ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പഴയ പാലം തകർന്നതോടെ വർഷങ്ങൾക്ക് മുമ്പ് പണിത പാലത്തിൽ സ്പാൻ ജോയിന്റുകൾക്കിടയിലെ റബ്ബറും ടാറിങ്ങും പൂർണ്ണമായും അടർന്നുപോയ നിലയിലായിരുന്നു. പാലത്തിൻ്റെ എക്സ്പാൻഷൻ ജോയിന്റുകൾ വരുന്ന 9 സ്ഥലങ്ങളിൽ നിലവിലുള്ളത് ഒഴിവാക്കി പുതിയ എക്സ്പാൻഷൻ ജോയിന്റുകൾ സജ്ജീകരിക്കുന്ന പ്രവൃത്തിയാണ് ഇപ്പോൾ നടക്കുന്നത്. യാത്രാ ദുരിതം നേരിടുന്നുണ്ടെങ്കിലും പാലം സഞ്ചാരയോഗ്യമാവുമെന്ന സന്തോഷം പങ്കുവച്ച സ്ത്രീകളടക്കമുള്ള യാത്രക്കാർ ഒരു യുവാവിൻ്റെ ജീവൻ പൊലിഞ്ഞതിനു ശേഷമാണ് അധികൃതർ കണ്ണു തുറന്നതെന്ന് കുറ്റപ്പെടുത്തി. ബുദ്ധിമുട്ട് പറഞ്ഞാൽ അവിടുന്ന് ഇറങ്ങിക്കഴിഞ്ഞിട്ട് ഞങ്ങൾക്ക് ഇങ്ങോട്ട് നടന്ന് വരണം, എന്നിട്ട് ഇവിടുന്ന് ബസ് കയറിയിട്ട് അങ്ങോട്ട് പോകണം. കാരണം പെരിന്തൽമണ്ണ ഞങ്ങളുടെ അല്ലല്ലോ പോകണം, ഞങ്ങൾക്ക് പുലാമന്തോളാണ് പോകേണ്ട ആവശ്യം. അവിടെ ഇറങ്ങിയിട്ട് ഇങ്ങോട്ട് വരുന്ന ഒരു ബുദ്ധിമുട്ടുണ്ട്. മരിച്ച ആളെ അറിയുന്ന ആളാണ്, അത്രയും വേദന ഉണ്ടായിരുന്നു. ഇത് നന്നാവട്ടെ, ഇങ്ങനെ അടുത്ത പ്രാവശ്യമെങ്കിലും ഇങ്ങനെ ഒരു അപകടം ഉണ്ടാവാതിരിക്കട്ടെ. ഞാൻ ഇപ്പോൾ വണ്ടി ഉണ്ട്, പക്ഷെ ഇപ്പോൾ ഈ ബസ്സിനൊക്കെ വരുന്നതാണെങ്കിൽ ഇപ്പുറത്താകുമ്പോൾ ബസ് ഇപ്പം നിർത്തിയിടുന്നുണ്ട്. അല്ല, ഈ പാലം കിടക്കേണ്ട ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ വരുന്നത്. അപ്പോൾ അപ്പുറത്തായാലും ഇപ്പോൾ പട്ടാമ്പി ബസ് അങ്ങോട്ടുണ്ട്, പെരിന്തൽമണ്ണ ബസ് ഇങ്ങോട്ടും. എങ്ങോട്ടാണെങ്കിലും പോകാൻ ഈസിയാണ്, പക്ഷേ നടക്കേണ്ട ഒരു ബുദ്ധിമുട്ട് മാത്രമേ ഉള്ളൂ. നാട്ടുകാർ പ്രതിഷേധം ശക്തമാക്കിയതോടെയാണ് പാലത്തിൻ്റെ നവീകരണത്തിന് നടപടിയായത്. ബസ്സുകൾ പാലത്തിൻ്റെ ഇരുഭാഗങ്ങളിലും ഓട്ടം അവസാനിപ്പിക്കുന്നതോടെ യാത്രക്കാർ പാലത്തിലൂടെ നടന്ന് ഇരുകരയിലുമെത്തുന്നു. ഇവിടെ തുടർ യാത്രയ്ക്കായുള്ള ബസ്സുകളുണ്ടാവും. പാലമടച്ചതോടെ പുലാമന്തോൾ ടൗണിലെ വ്യാപാര മേഖല നിശ്ചലമായിരിക്കുകയാണ്. യാത്രക്കാരില്ലാത്തതിനാൽ കച്ചവടമില്ലാത്ത സ്ഥിതിയിലാണെന്നും വൻ നഷ്ടത്തിലാണ് മുന്നോട്ട് പോകുന്നതെന്നും വ്യാപാരികൾ പറഞ്ഞു. വാടക പോലും കൊടുക്കാൻ കിട്ടുന്നില്ല, സ്റ്റാഫുകൾ ശമ്പളം കിട്ടുന്നില്ല, പിന്നെ കസ്റ്റമേഴ്സിനാണെങ്കിലും വരാൻ സൗകര്യമില്ല. കസ്റ്റമേഴ്സ് അവിടെ ഇവിടെ എല്ലാം പോയി മറ്റു ഭാഗങ്ങളിൽ നിന്ന് സാധനങ്ങൾ മേടിച്ച് അവരവരുടെ കാര്യങ്ങൾ നിറവേറ്റുന്നു. നമ്മളെ കാര്യം വളരെ ദയനീയമാണ്. ഇത് ബസ് സ്റ്റോപ്പാണ്. ഇത് പട്ടാമ്പി തൃശ്ശൂർ സ്റ്റോപ്പാണിത്. ഈ സ്റ്റോപ്പിലോട്ട് ഒരു മനുഷ്യൻ വരുന്നില്ല. അപ്പോൾ പാലം പണിത് കഴിഞ്ഞാലും ഇപ്പോൾ വളരെ കുറവായിരിക്കുന്നു. പഴയമാർക്കിൽ ഒരു കച്ചവട മേഖലയൊന്നുമില്ല, മറ്റ് ദയനീയമായ അവസ്ഥയിലാണ്. പൊതുവേ ദയനീയ അവസ്ഥയാണ്. പുലാമന്തോളങ്ങാടിയിൽ വ്യാപാരി ഭവനം ഫുള്ള് തകർച്ചയിലാണ് ഉള്ളത്. പിന്നെ മേഖല പൊതുവേ പുലാമന്തോളങ്ങാടിയിലാണ് വാടക കൂടുതലുള്ളൊരു പ്രശ്നമുണ്ട്. വ്യാപാരികൾക്ക് വേറുള്ള ദുരിതം ഒരുപാടുണ്ട്. അങ്ങാടിയിൽ പലതും ബുദ്ധിമുട്ടാണ്. അങ്ങാടിയിൽ ആളില്ല, അങ്ങാടി ശൂന്യര് കിടക്കുകയാണ്. ഇപ്പോൾ അത് കാണാണ്ടല്ലോ, ശൂന്യര് കിടക്കുകയാണ്. പിന്നെ വണ്ടികൾ പാസ് ചെയ്യാത്തതുകൊണ്ട് പിന്നെ അങ്ങാടിയിലേക്ക് ആൾക്കാർ വരേണ്ട ആവശ്യമില്ല, വണ്ടികളൊക്കെ തിരിച്ചു പോവുകയാണ്.
ശബരിമല തീർത്ഥാടന കാലത്തിനു ശേഷമേ അറ്റകുറ്റപ്പണി നടത്താൻ അനുവദിക്കൂവെന്ന് BJP വിളയൂർ പഞ്ചായത്ത് കമ്മിറ്റി അറിയിച്ചെങ്കിലും തീർത്ഥാടന കാലം കഴിഞ്ഞതിനാൽ പ്രശ്നങ്ങളില്ലാതെയാണ് പ്രവൃത്തികൾ നടക്കുന്നത്. അതിവേഗം പണി പൂർത്തിയാക്കി പാലം ഗതാഗതത്തിനായി തുറന്നു നൽകാനാണ് അധികൃതരുടെ തീരുമാനം. ഫെബ്രുവരി 2-നാണ് പാലം വീണ്ടും തുറന്നു നൽകുന്നത്. പ്രവൃത്തി പൂർത്തിയായാൽ അതിനു മുമ്പ് പാലം തുറക്കാൻ കഴിയുമെന്ന പ്രതീക്ഷയിലാണ് യാത്രക്കാരും വ്യാപാരികളും. ചാനൽ 10 പെരിന്തൽമണ്ണ. Years of sparkling legacy. Popular Gold and Diamonds, Perindalmanna.